ആ ഓർമ്മകൾ ഞാനിങ്ങനെ ചെറുപ്പത്തിൽ ഓരോ ഓർമ്മകളില്ല. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ സ്കൂളിൽ പഠിച്ചപ്പോഴേ അന്നൊരു വിമോചന സമരം നടന്നു. എനിക്കന്ന് ഏതാണ്ട് 14 വയസ്സ് വരും. അപ്പോൾ എല്ലാവരും മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുദ്രാവാക്യം വിളിച്ചു. അപ്പോൾ ഒരു വലിയ ആവേശമാണ്. ഓ ഡാഡി ഒരു മുദ്രാവാക്യം. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും വന്നു. എൻ്റെ ഒരു നേതാവുണ്ടായിരുന്നു പി ടി ചാക്കോ. അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹവും രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. ആ രാജിവെച്ച് പുറത്തു പോയ പി ടി ചാക്കോയ്ക്ക് ഞങ്ങളൊരു സ്വീകരണം. അപ്പം ഞാനാണ് അതിൻ്റെ അന്ന് 19 വയസ്സേ ഉള്ളൂ. ഞാൻ ഓടി അതിനെല്ലാം നടന്നു ഒരു മാല കൊണ്ടെന്ന് പി ടി ചാക്കോയ്ക്ക് കിട്ടപ്പോൾ ഇപ്പോഴും ആ ഉമ്മ അതിൻ്റെ ആവേശം അദ്ദേഹം ഭരിക്കും. ഇങ്ങനെയൊക്കെ നമ്മുടെ ആ ഓർമ്മകൾ ഒരുപാട് വരും. നമുക്ക് ആ ചെറുപ്പത്തിലെ കിട്ടുന്ന ആവേശവും ഓർമ്മകളും ഒക്കെ. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് അങ്ങോട്ട് ഇറങ്ങി കൂടുതൽ രാഷ്ട്രീയ രംഗത്ത്. പക്ഷേ ആ സമയത്തെല്ലാം ഞാൻ ആധ്യാത്മിക രംഗത്ത് നല്ല ഒരു സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം. അത് എൻ്റെ അമ്മ സൺഡേ സ്കൂളിലെ അധ്യാപിക. എന്തെങ്കിലും തെറ്റി ഞാൻ ചെയ്താൽ ഞാൻ അടിയൊക്കെ അമ്മയുടെ അടിയല്ല സന്തോഷം. അത് കഴിഞ്ഞു ഞാൻ അങ്ങോട്ട് മിടുക്കനായി ക്ലാസ്സെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ആ സൺഡേ സ്കൂളിലെ അധ്യാപകൻ. അപ്പോൾ ആ സൺഡേ സ്കൂളിലെ അധ്യാപകൻ, അവിടുത്തെ യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി. അതൊക്കെ കഴിഞ്ഞപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അതിൻ്റെ മാനേജിങ് കമ്മിറ്റി അംഗം. 30 വർഷം മാനേജിങ് കമ്മിറ്റിയിൽ അംഗം. അങ്ങനെ അങ്ങോട്ട് നമുക്ക് ഈ പ്രവർത്തനം അപ്പോൾ ഇതെല്ലാം കിട്ടുന്ന ഈ വിദ്യാർത്ഥി രംഗത്ത് നമുക്ക് കിട്ടുന്ന പ്രോത്സാഹനം, നമുക്ക് കിട്ടുന്ന അറിവാണ്. അപ്പം നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോഴേ ഓർക്കണം. ഓരോരുത്തരിങ്ങനെ ഓർക്കും അവരുടെ വീട്ടിലെ പ്രയാസമാണ്. ഓരോ പിള്ളേരും എന്ന് പറയും വീട്ടിൽ പട്ടിണിയാണ്, പ്രയാസമാണ്. പിതാവിന് ഉള്ള പ്രയാസങ്ങൾ, അമ്മയ്ക്കുള്ള പ്രയാസങ്ങളൊക്കെ വന്നു പറയും. ഉടനെ നമ്മൾ ആ പ്രയാസമൊക്കെ മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം മിടുക്കരായിട്ട് പഠിച്ച് അങ്ങോട്ട് വരും. എന്നിട്ട് കിട്ടിക്കഴിയുമ്പോൾ ജോലിക്കും. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് AC വരും. അപ്പം നോക്കിയപ്പോൾ ഒരുപാട് പിള്ളേർ ഇങ്ങനെ വീടുകളിലെല്ലാം പ്രയാസങ്ങളും ദുഃഖങ്ങളും പട്ടിണിയൊക്കെ. അപ്പം നോക്കിയപ്പോൾ ലോകത്തിലെവിടെ ഞാൻ ദുബായി പോയി അവിടെയൊക്കെ അബുദാബിയിലൊക്കെ താമസിച്ചപ്പോൾ നോക്കിയപ്പോൾ അവിടെ നടക്കുന്ന മുഴുവൻ ഞാൻ കോട്ടയത്താണ്, ഞാൻ ചെയ്യുന്നതാണ്. അവിടെ മുഴുവൻ മലയാളികളാണ് നടക്കുന്നത്. അവിടെ അവിടുത്തെ ഭാഷയായിരിക്കും കേൾക്കുന്നത്. അവിടുത്തെ ഭാഷയല്ല, എല്ലാവരും മലയാളം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. നോക്കിയപ്പോൾ എല്ലാം നമ്മുടെ മലയാളികളാണ്. അപ്പം ഇവിടുന്ന് പ്രയാസപ്പെട്ട് പഠിച്ച് മിടുക്കരായി അവിടെ പോയി ജോലി ചെയ്ത്, അത് നേഴ്സായിട്ടോ എഞ്ചിനീയറായിട്ടോ ഒക്കെ പഠിച്ച് മിടുക്കരായി അവിടെ വന്ന് ജോലി ചെയ്ത് അവർ പണമുണ്ടാക്കി ഈ വീടുകളെല്ലാം. അപ്പം പണം ഇങ്ങോട്ട് വരുമ്പോൾ വീടുകൾ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആർദ്ര തീരുമാനിച്ചു. അപ്പം നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ച് പഠിപ്പിച്ചു, നല്ല മിടുക്കരായിട്ട് പഠിപ്പിച്ചു. ഉടനെ തന്നെ ആർദ്ര നഴ്സിങ്ങിനെ അങ്ങോട്ട് പഠിപ്പിച്ചു. എത്ര അങ്ങോട്ട് പഠിപ്പിച്ചു. അവരെല്ലാം ജോലി കിട്ടി. ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി പൈസ കിട്ടിയ നമ്മുടെ കണ്ണൂരിലുള്ള ഒരു മോള് ആദ്യം കിട്ടിയ ശമ്പളം ഇരിക്കട്ടെ, എന്നെ പഠിപ്പിച്ച് വിട്ടില്ലേ, ഇവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞ് 15,000 രൂപ ശമ്പളം കിട്ടിയപ്പോൾ പറഞ്ഞു അത് ആർദ്രയ്ക്ക് ഇരിക്കട്ടെ, ഇനി ഇതുപോലെ കൊടുക്കേ, എല്ലാവരും പഠിച്ചു വരട്ടെ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പഠിച്ചു. എനിക്ക് 2012 4 വർഷം ഞാനിങ്ങനെ പത്രം വായിച്ചപ്പോഴേ ഒരു മിടുക്കി കൊച്ചിൻ്റെ പടമാണ് മലയാള മനോരമയുടെ ഫ്രണ്ടിൽ. ഹെഡിങ് ഔട്ടാകരുതേ രേഷ്മ. അപ്പോൾ രേഷ്മ ഔട്ടാകരുത് എന്താ പറയുന്നത്? അപ്പോൾ ഞാനിങ്ങനെ വായിച്ചപ്പോൾ തൃശ്ശൂരിലൊരു യൂത്ത് ഫെസ്റ്റിവലിലാണ് ഈ രേഷ്മ തിരുവല്ലായിലെ ബാലികാമഠത്തിലെത്തി. അവിടെ പഠിക്കുന്ന കുട്ടി തിരുവല്ലായിലെ ഒരു സ്കൂളാണ് ബാലികാമഠം. ബാലികാമഠത്തിൽ പഠിച്ച ഒരുപാട് ആളുകൾ കേരളം മുഴുവനുണ്ട്. ഇവിടെ ഒരു കുഞ്ഞുഞ്ഞിനെ അറിയാമോ നിങ്ങൾക്ക്? പുതുപ്പള്ളിയിൽ ആർക്കെങ്കിലും അറിയാമോ കുഞ്ഞുഞ്ഞിനെ? അറിയാമോ? അറിയത്തില്ല. അറിയാം കുഞ്ഞുഞ്ഞിനെ അറിയാം. കുഞ്ഞുഞ്ഞി ആരാ മോനെ? കേരളത്തിൻ്റെ ആരാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കുഞ്ഞുഞ്ഞി.
അതെ, ആ കുഞ്ഞിനെ അറിയാമോ മുഖ്യമന്ത്രിയെ? ആരാ മുഖ്യമന്ത്രി? ആരാ മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി അറിയുന്നു. ഇവിടെ ഒക്കെ ഉള്ള പിള്ളേർ ഉമ്മൻചാണ്ടി അറിയുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെ വീട്ടിൽ വിളിക്കുന്ന പേരാ കുഞ്ഞു. ആ കുഞ്ഞിൻ്റെ ഭാര്യ ബാലിയാമഠത്തിൽ പഠിച്ചു. അങ്ങനെ ബാലിയാമഠത്തിൽ പഠിച്ച ഒരു മോളായത് രേഷ്മ. ഉടനെ ഞാൻ നോക്കിയപ്പം ആ രേഷ്മയ്ക്ക് വീടില്ല, രേഷ്മയ്ക്ക് എൻ്റെ പിതാവ് മരിച്ചു, അടക്കാൻ സ്ഥലമില്ല, എങ്ങാണ്ട് കൊണ്ടുവന്ന് അടക്കി. അവർ വാടക വീട്ടിൽ താമസിക്കുന്നു, വാടക കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളെല്ലാം അങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാം കൂടെ ബാലിയാമഠത്തിൽ കൂടി. ഞാനും ബാലിയാമഠത്തിൻ്റെ ചുമതലക്കാരൻ കൂടിയിട്ട് വന്ന് നമുക്ക് നാണക്കേടാ. ബാലിയാമഠം മലയാളം മനോരമ നമുക്ക് നാണക്കേടാ. നമ്മുടെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന ഒരു കൊച്ച് കണ്ടില്ലേ, മനോരമയുടെ ഫ്രണ്ടിൽ വീടില്ല, പ്രയാസങ്ങളും ദുഃഖങ്ങളും. ഉടനെ ഞങ്ങളെല്ലാം കൂടെ പൈസ പിരിച്ചിട്ട് അവിടെ ഇച്ചിരി സ്ഥലം വാങ്ങി. സ്ഥലം വാങ്ങി കഴിഞ്ഞപ്പോൾ ഇനി വീട് വേണ്ടേ? വീട് വേണ്ടേ? ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഒരാളിനോട് പറയാം, അച്ചാരത്തിനായി പ്രയാസപ്പെടുന്നത് ആ ശ്രുതിയോട് ചോദിച്ചാൽ പറയും. അപ്പോൾ അവിടെ ഒരു ശ്രുതി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരും ശ്രുതി. അപ്പോൾ ശ്രുതിയോട് ചോദിച്ചപ്പോൾ ശ്രുതി പെട്ടിവണ്ടിയെ ആറ്റിന്ന് മണലുവാരി പെട്ടിവണ്ടിയെ കൊണ്ട് വിറ്റ് കാശുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു വീട് വെച്ച് 2 വീട് വെച്ചു. ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ചരിത്രം. ഒരു വീട് വെച്ച് 2 വീട് വെച്ചു. അത് കഴിഞ്ഞ് ഫ്ലാറ്റ് ഉണ്ടാക്കി. ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വീട് കയറുക അതിനകത്ത്? ഒരു 10-50 വീട് വേണം. അതുമൊക്കെ വിറ്റു ഭയങ്കര കാശ്. അതിൻ്റെ ബെൻസ് വണ്ടി കൊടുത്തു. തിരുവല്ലായിലെ നമ്പർ 1 വിട്ടാൽ 5 ലക്ഷം കൊടുത്ത് ബെൻസ് വണ്ടിയെ തുടങ്ങി ഞങ്ങൾ വിളിച്ചു. ഓടി വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ബാലിയാമഠത്തിൻ്റെ മീറ്റിങ്ങാണ്, മലയാള മനോരമയിലാണോ ഇത് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഞങ്ങളൊരു പ്രയാസത്തില്ല. എന്താ നിങ്ങളുടെ പ്രയാസം? ഒരു കൊച്ച്, ഒരു പാവപ്പെട്ട മോള്, ആ മോക്ക് ഇതുപോലെ നല്ല മിടുക്കിയാണ്, നാട്ടിൽ സ്റ്റേറ്റിൽ ഫസ്റ്റ് വാങ്ങിച്ച മോളാണ്. ആ മോക്ക് വീടില്ല. അതിനെന്താ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? ദൈവം എനിക്ക് പൈസ തന്നിട്ടുണ്ട്, ഞാനൊന്നുമില്ലാത്തവനായിരുന്നു. ആ മോടെ പേര് ഇങ്ങോട്ടതാണ്, ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഉടനെ ഇന്ത്യ പൊടി ചെന്നിട്ട് ഇവിടെ പണിക്കാർ നല്ല വീട്, 2 ബെഡ്റൂമുള്ള നല്ല വീട്. അത് കഴിഞ്ഞ ഉടനെ ആളിനോട് ഞാൻ പറഞ്ഞു, അല്ല മോളെ പഠിപ്പിക്കണം. ഉടനെ മോള് റേഡിയോളജി മുത്തൂറ്റ്, നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ഇതിൽ ഓർത്തഡോക്സുകാർ എത്ര പേരുണ്ട്? അത് കൈപ്പോയി ഓർത്തഡോക്സുകാർ 6 പേരുണ്ട്. അപ്പോൾ ആ മുത്തൂറ്റ് നമ്മുടെ സഭയുടെ ട്രസ്റ്റിയാണ്. അദ്ദേഹത്തിൻ്റെ മുത്തൂറ്റ് ആശുപത്രി റേഡിയോളജി പഠിക്കാൻ. ഉടനെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞപ്പോൾ ആ സുഹൃത്ത് ദുബൈയിൽ, ആ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്, തോമാച്ച എനിക്കൊന്നുമില്ലായിരുന്നു, ഞാനൊരു ബാഗ് എടുത്ത് ദുബൈക്ക് പോയി. ഞാൻ ആ ബാഗ് എടുത്ത് ദുബൈക്ക് പോയി. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. അങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഒരു ഷിപ്പുണ്ടാക്കി, ഒരു ഷിപ്പ് വാങ്ങിച്ചു. അപ്പം ഒത്തിരി പേർക്ക് ജോലി കൊടുത്തു, പൈസ കിട്ടി. ആ ഷിപ്പിങ്ങിൻ്റെ സാധനങ്ങൾ ഇറക്കാൻ ലോകം കൊടുത്തു. ഇവിടെ 2 ആയി 3 ആയി, ഇപ്പോൾ 6 ഷിപ്പിനുള്ള അവസ്ഥ. 6 ഷിപ്പിനുള്ള അവസ്ഥ. അപ്പോൾ ദൈവം അനുഗ്രഹിച്ചു. കഷ്ടപ്പെട്ട് മുമ്പോൾ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ അയൽക്കാരും കൂടെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് ആ അദ്ദേഹത്തിനെ പോയി കണ്ടു. ഞങ്ങൾ പറഞ്ഞിങ്ങനെ ദേവലോകത്ത് ഞങ്ങളൊരു പരിപാടിയാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം സ്കൂൾ ബാഗ്, ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാനുള്ള നല്ല ബാഗ്, നോട്ട്ബുക്ക്, ഇതെല്ലാം ഉള്ള നല്ല ബാഗ്. ഇച്ചിരി പൈസ അതിനെന്താ നിങ്ങൾ പക്ഷേ എന്നാ കൊണ്ടുപോകും? ഇത്ര 3 ലക്ഷം ഉടനെ പുള്ളി 3 ലക്ഷം രൂപ ചെക്ക് ദൈവം കൊടുത്തിട്ടുണ്ടായി. അപ്പം നമ്മൾ പ്രയാസപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് തരും. ഉടനെ ആ പുള്ളി പറഞ്ഞു, ഞാൻ ആ മോളെ പഠിപ്പിച്ചോളാം. ഉടനെ മുത്തൂറ്റ് ആശുപത്രി രാമകൃഷ്ണൻ അവിടെ റേഡിയോളജിക്ക് ചേർന്ന് 26,000 രൂപ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ മോക്ക് നേഴ്സിങ്ങിന് കിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, റേഡിയോളജി ആണോ നല്ലത്, നേഴ്സിംഗ് ആണോ നല്ലത്? എൻ്റെ കൂടി പറഞ്ഞു നേഴ്സിംഗാണ്. നേഴ്സിംഗ് പഠിച്ചാൽ നല്ല ശമ്പളം കിട്ടും, കുറേ ജോലി കിട്ടും. ചിലപ്പോൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പിന്നെ ഗൾഫിലൊക്കെ പോകും. ഉടനെ തന്നെ ആ 26,000 പോട്ടെന്ന് പറഞ്ഞേച്ച് പുള്ളി അന്ന് മുതൽ ആ മോളെ നേഴ്സിങ്ങിന് പഠിപ്പിക്കും. എല്ലാ ഫീസും അടച്ചു. ആ മോള് നല്ല മിടുക്കിയായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഫീസ് എല്ലാവരും പറഞ്ഞ് 4 ലക്ഷം 5 ലക്ഷം ഒക്കെ അങ്ങനെ. അത് കഴിഞ്ഞു. അപ്പോൾ 26,000 മുത്തൂറ്റ് പോയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മുത്തൂറ്റ് നമ്മുടെ സഭയുടെ ട്രസ്റ്റിയാണ്, അദ്ദേഹത്തിൻ്റെ അവിടെ 26,000 പോയി. അദ്ദേഹത്തിനെ വിളിച്ചു. ഞങ്ങളുടെ ഒരു 26,000 അവിടെ ഇങ്ങനെ കണ്ടു. അതിന് പരക്കത്ത് പറയണ്ട, നിങ്ങളൊരു കത്തിക്കൊട്ട് അയക്കാൻ പറഞ്ഞു. അവരുടെ ഒരു അപേക്ഷയും കത്തും കൂടെ ഡൽഹിയിൽ കഴിച്ചു.
ആ മാസം മുതൽ 5000 രൂപ എല്ലാ മാസവും 5000 രൂപ. അപ്പോൾ മോക്ക് പഠിക്കാൻ, ആ വീട് വളരാൻ, പഠിക്കാൻ പൈസയായി, ഫീസായി, വീടായി, സ്ഥലമായി. കേട്ടോ, എന്തൊരു സാധനം. ഞങ്ങളെ ചെല്ലുന്നുള്ളൊരു അന്ത കുടുംബമുണ്ട്. അപ്പന് മാത്രം കണ്ണു കാണും, അമ്മച്ചിക്ക് കണ്ണു കാണത്തില്ല. 2 മക്കളുണ്ട്, അവർക്കും കണ്ണു കാണും. ഈ മക്കൾ രണ്ടും മിടുക്കരാ. കയ്യെ പിടിച്ച് ആരെങ്കിലും കയ്യെ പിടിച്ച് അവരെ ബസ്സേ കയറ്റി നമ്മുടെ തിരുവല്ല പരിമല കോളേജിൽ അവർ പഠിക്കും. പരിമല കോളേജിൽ ഈ മക്കൾ കണ്ട് അന്ത കുടുംബം കണ്ണു കാണാൻ വൈകാത്ത. അപ്പോൾ അവരെ വീട് പൊളിഞ്ഞു എന്ന് പറഞ്ഞ് മനോരമ നമ്മൾ ആർക്കും മരിച്ചു. ഒരു കുടുംബത്തിൻ്റെ വീട് പൊളിഞ്ഞു. അപ്പോൾ അത് പ്രയാസമല്ലേ, നമുക്ക് വീട് വെച്ച് കൊടുക്കാം. ഉടനെ തന്നെ ഞങ്ങൾ തിരിച്ചു വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഏതാണ്ട് 11.5 ലക്ഷം രൂപയുടെ വീട്, നല്ല വീടുണ്ടാക്കി. ഞാൻ അമേരിക്കയിലുള്ള ആർട്ടിസ്റ്റ് ടീച്ചറാണ്, എൻ്റെ അവരുടെ അച്ഛനോട് വിളിച്ച് പറയാൻ പറഞ്ഞു, ആ കുടുംബത്തിന് എനിക്കറിയാം, അവർക്ക് എല്ലാ മാസവും പൈസ കൊടുക്കാൻ എല്ലാവർക്കും പഠിക്കാം. അച്ഛൻ ഓരോ വർഷവും 15,000 രൂപ എൻ്റെ പറഞ്ഞു. അതിന് 1,250 രൂപ കണ്ടോ. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രയാസപ്പെടുന്നവരെയും ബുദ്ധിമുട്ടുന്നവരെയും ഒക്കെ സഹായിക്കാൻ ആളുകൾ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടാ രേഷ്മയെ പഠിപ്പിച്ചു, രേഷ്മയ്ക്ക് വീടുണ്ടാക്കി കൊടുത്തു, മുന്നോട്ട് പോകുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഇതിനൊക്കെ കാശ് പോകുന്നു. ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് പോലെ എല്ലാം പോകുന്നു. അപ്പോൾ ഞാൻ ഈ കാശെല്ലാം ഇങ്ങനെ പോയാൽ ഞാനും തോന്നി. ഇപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ 1 കോടി രൂപ കിട്ടി. എടാ ലോട്ടറി അടിച്ചു, ലോട്ടറി. അപ്പോൾ എൻ്റെ മോൻ ലോട്ടറി ടിക്കറ്റ് ഞാനും എടുത്തു. അപ്പോൾ മോനെ 1 കോടി രൂപ ലോട്ടറി കിട്ടി. കോടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ കഴിഞ്ഞാൽ 65 ലക്ഷം രൂപ. എനിക്കും ഒരു നമുക്ക് സെയിം നമ്പർ ഉണ്ടായിരുന്നു. എനിക്കും 10,000. അപ്പം ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുതി പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, വീട്ടിലെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കും. അപ്പോൾ അവരുടെ കൂടി പ്രാർത്ഥിക്കുക, വൈകിട്ട് പ്രാർത്ഥിക്കുക. സ്കൂളിലോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ ഞാൻ എല്ലാ ദിവസവും രാവിലെ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു എന്താണ് ഈ യേശുവിൻ്റെ പടമൊക്കെ വെച്ചു അവിടെ പോയി നിന്ന് സ്വർഗസ്ഥനായ പിതാവേ, കാര്യം നമ്മളെ നോക്കാൻ, നമ്മളെ സഹായിക്കാൻ എല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവം ഒരു കർത്താവ് ഇതെല്ലാം വെക്കും. നമ്മളങ്ങനെ പോകുമ്പോൾ ഇതെല്ലാം നോക്കി മുമ്പോട്ട് പോകണം. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള. ഗുഡ് മോർണിംഗ്. വേണ്ട, മലയാളം പറഞ്ഞാൽ മതി. ഗുഡ് മോർണിംഗിൻ്റെ മലയാളം എന്താ? ഗുഡ് മോർണിംഗിൻ്റെ മലയാളം എന്താ? പറഞ്ഞോ. സുപ്രഭാതമല്ല, പിന്നെന്താ? സുപ്രഭാതം ആണോ? തുറന്ന് പറഞ്ഞു. സുപ്രഭാതം. പേടിക്കരുത്, എന്താ സംഭവിക്കാൻ പോകുന്നത് അല്ലേ? വൈകുന്നേരം 4 മണി സംഭവിക്കാൻ പോകുന്നു. ഞാൻ മധു ചെറിയ പ്രിയവലോകം എവിടെയാണ്? ദിവാൻകാലം കഴിഞ്ഞോ? ആ വഴി 10 ദിവാൻകാലം കഴിഞ്ഞു. ഈ വഴി കൂടെ പോകുമ്പോഴോ കൊല്ലാണ് കഴിഞ്ഞു. ഏതാ ഏറ്റവും പ്രായമുള്ള ആളായിരുന്നത്? 4ാം ക്ലാസ് ആയിരുന്നു. 5ാം ക്ലാസ്. 1 വേറെ 5ാം ക്ലാസ്. ശരി. 6ാം ക്ലാസ്. 7, 8, 9, 1, 10ലേക്ക്. 10ലേക്ക് അതൊക്കെ ഉദ്ദേശിച്ചത് 10 പറയുമ്പോൾ ഇനി 10ലേക്ക്. ശരി, 11, 1, 2, 3, 12. 12th സ്റ്റാൻഡേർഡ്. ഡിഗ്രി ഒരാളാണ്. ഡിഗ്രി ഏതാണ്? സരി അല്ല, ഏതാ ഇഷ്ടപ്പെട്ട സ്ട്രീം ഏതാണ്? സയൻസ് ആണ്. ഡിഗ്രി ഏതാണ്?
ഡോക്ടർ APJ ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹം ആരാണ്? ആരാണ്? പ്രസിഡന്റ്. എപ്പോഴത്തെ പ്രസിഡന്റാണ്? എപ്പോഴോ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? ആയിരുന്നോ? അപ്പോഴാണോ ഇപ്പോഴത്തെ പ്രസിഡന്റ്? നരേന്ദ്രമോദി. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ചോദിച്ചത്? നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി. പ്രണബ് മുഖർജി. കൈയ്യടിക്ക് ഉത്തരം പറഞ്ഞതല്ലേ? യെസ്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ സ്വപ്നങ്ങളെ പറ്റിയുള്ള ഒരു വളരെ പ്രശസ്തമായ വരികളുണ്ട്. സ്വപ്നം കാണുന്നതിന് അദ്ദേഹം പറഞ്ഞു. ഉറങ്ങുമ്പോൾ നമ്മൾ കാണുന്നതല്ല നമ്മുടെ സ്വപ്നം, പിന്നെ നമ്മുടെ ഉറക്കം കേൾക്കുകയാണ് സ്വപ്നം. എങ്ങനെയാ പറഞ്ഞത്? ആണോ? ഞാൻ സ്വപ്നം കാണാറുണ്ടോ? ഇവിടെ സ്വപ്നത്തിൽ നമ്മളല്ല കാണുന്നത്. ഒന്ന് പറയും. ഐസ്ക്രീം, ആഗ്രഹങ്ങൾ, കൂട്ടുകാരെ ഇതൊക്കെയാണ് കാണുന്നത്. ആഗ്രഹങ്ങൾ മാത്രം നമ്മൾ കാണാറുണ്ട്. അപ്പൊ ആഗ്രഹങ്ങൾ മാത്രമാണ്. പിന്നെന്താ സ്വപ്നം എന്ന് പറഞ്ഞില്ല. എല്ലാവരും എന്താ അതിൻ്റെ ഒരു തിയറി പറയുകയാണെങ്കിൽ എന്താ നമ്മുടെ സ്വപ്നം നമ്മുടെ മനസ്സിൽ കയറിയ സാധനം എങ്ങനെയാണ് ഇതെവിടുത്തെ സാധനം നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ മാത്രം കാണുന്ന സാധനം സോറി മനസ്സിന്റെ ഉള്ളിൽ പറഞ്ഞോ ആഗ്രഹം ഞാൻ വീട്ടിൽ സ്വപ്നം കാണുന്നില്ല ആഗ്രഹം മാത്രം പിന്നെ പറഞ്ഞ സ്വപ്നം എങ്ങനെ ഉണ്ടാകും എങ്ങനെ ഉണ്ടാകും ചിന്ത നമ്മൾ ചിന്തിക്കുന്ന കാര്യം ആണ്. ചില സമയത്ത് നമ്മൾ സ്വപ്നം കണ്ട് രാവിലെ എഴുതി നോക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ആലോചിക്കുക നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല ഒരിക്കലും. പക്ഷെ എന്നാൽ സ്വപ്നത്തിൽ വരും അതെങ്ങനെ സ്വപ്നം വരുന്നത്? നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും കാണുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സ്വപ്നമായിട്ട് കാണുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ബോധ മനസ്സിൽ സബ്കോൺഷ്യസ് മൈൻഡിൽ പോയി കിടപ്പുള്ള കുറേ കാര്യങ്ങൾ അത് ഉണരുന്നത് നമ്മുടെ ഓർമ്മ മാത്രമാണ്. അതുകൊണ്ടാണ് രാത്രി സ്വപ്നത്തിൽ കണ്ടു രാവിലെ കഴിഞ്ഞ് കണ്ടു ഓർത്തെടുത്ത് നോക്കുമ്പോൾ അത് കാണത്തില്ല, ഓർക്കത്തില്ല. കാര്യം അത് തിരിച്ചുപോയി. എവിടെ ഉപബോധ മനസ്സിലേക്ക് തിരിച്ചു. ഇതിനെയാണ് സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ APJ. അതായത് വേറൊരു പേരുണ്ടല്ലോ, ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഈ സമയം മുതൽ വൈകുന്നേരം 4 മണി വരെ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ എഴുതിയെടുക്കണ്ട. എന്തെങ്കിലും ഞാനിവിടെ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓർമ്മസിലേക്ക് ഞാൻ ഇടാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രയോജനം ഡീൽ ഡീൽ ഡീൽ. എൻ്റെ പേര് മതി, വീട് കടുവാക്കുളം. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുണ്ട്, അമ്മയുണ്ട്. ഭാര്യ ഒരു അഗ്രികൾച്ചർ ഓഫീസറാണ്. അമ്മ ഒരു സ്കൂളിൽ പഠിപ്പിച്ചു എക്സൈസായിട്ട് റിട്ടയർ ചെയ്തു. 2 മക്കളുണ്ട് എനിക്ക്, 2 പെൺകുട്ടികൾ, 5.5 വയസ്സ് 3.5 വയസ്സ്. മൂത്തയാളുടെ പേര് മൗര്യ, ഇളയാളുടെ പേര് നവമി. വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ മീര, സൂര്യ എന്ന് വിളിക്കും. ഞാൻ അവരെ 2 പേരെ കളി ഇതാണ് ഞാൻ വിളിക്കുന്നത്. അതെന്താ അങ്ങനെ? നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര പേരുണ്ട്? 8 പേരുണ്ട്? 2 പേരുള്ളൂ. 2 പേരുണ്ട്. രണ്ടാമത്തെ പേരുണ്ട് പറയാൻ പറ്റുന്നതാണ്. തോട്ടം ടൈം കുഴപ്പമില്ല. എത്ര പേരുണ്ട്? 1 പേരുള്ളൂ. 2 പേരുണ്ട്. പുറത്ത് പറയാൻ പറ്റുന്ന പേരാണോ? കുഴപ്പമില്ല. ശരി, ഞാനും എൻ്റെ വൈഫിനും ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾക്ക് ഈ ചെല്ലപ്പേരില്ല. മധു, എൻ്റെ വൈഫിൻ്റെ പേര് ദിവ്യ. ഇത്രേ ഉള്ളൂ, ചെല്ലപ്പേരൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് ഞങ്ങൾക്ക് കുട്ടികളുടെ ഞങ്ങൾ അറിയിച്ചത് ചെല്ലപ്പേര് ഇഷ്ടം പോലെ. അതുകൊണ്ടതാക്കി മൗര്യ, മീര, കള്ളിപ്പ് ഒരാളെ പേര്, നവമി, സൂര്യ,
ജൂലിയ ഇതാണ് 3.5 വയസ്സ് 5 വയസ്സ് വീട് സാധിക്കുന്നുണ്ട്. വൈകുന്നേരം മുട്ടായൊക്കെ എടുത്തില്ല വീട്ടിൽ വന്നിട്ട് ഞാൻ ഇവിടെ കോട്ടയം പഠിച്ച ഡിഗ്രി പഠിച്ചത് ബസ് കോളേജ് MSc സൈക്കോളജി ചെയ്തു ഭാരതീയ യൂണിവേഴ്സിറ്റി. അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സോഫാർ. നിങ്ങളെല്ലാവരും അങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണോ? എല്ലാവർക്കും പേരുടെ അറിയാം. ബുക്കൊന്ന് അവിടെ വെച്ചിട്ട് കൈ ഒന്ന് കെട്ടിക്കല്ല, കൈ കൊട്ടാനല്ല കൈ കെട്ടാൻ. ഒന്നുകൂടെ കൈ കെട്ടിക്കും, കഴിച്ചിട്ടുള്ളൂ. ഒന്നുകൂടെ ലാസ്റ്റ് ടൈം. നമ്മുടെ കൈ കെട്ടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരും നിങ്ങളുടെ ഓരോ പ്രാവശ്യത്തെയും കൈ കെട്ടാൻ പറയുമ്പോൾ നിങ്ങൾ ഒരേപോലെ തന്നെയാണ് കൈ കെട്ടുന്നത്. ഓരോ പ്രാവശ്യം നിങ്ങളുടെ ഒരേ കൈയാണ് വീണ്ടും വരുന്നത്. ശരിയല്ലേ? ഇനി അത് മാറ്റി കെട്ടി നോക്കി, തിരിച്ചു കെട്ടി നോക്കി. എന്തോ ഒരു പ്രശ്നം, ചെറിയ പ്രശ്നം ഇല്ലേ? അതെന്താ കാര്യം അങ്ങനെ? അതെന്ത് പറ്റി? നമ്മള് ഉറക്കത്തിലാണ് കൈ കിട്ടാൻ പറഞ്ഞാൽ ഒരേ രീതിയിൽ കൈ പോകും. പെട്ടെന്ന് മാറ്റി ചെയ്യാൻ പറഞ്ഞപ്പോൾ വലിയ ആനന്ദ സംഭവമല്ല, ഒന്ന് മാറ്റി ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു ഒക്കെതായി ബുദ്ധിമുട്ട്, ഡിസ്കംഫർട്ട് അല്ലേ? കാര്യം എന്താ അറിയോ? എന്താ എന്താ പക്ഷേ എന്തുകൊണ്ടാണ്? ശീലം ശീലിച്ചു പോയതാണ്. പക്ഷെ എനിക്കൂടെ കുട്ടി ആദ്യമായിട്ട് നമ്മളോട് കൈ മാറ്റി കെട്ടാൻ പറയും. ശീലമായി പോയതാണ്. അങ്ങനെയുള്ളൊരു ശീലം നമ്മളെന്തെങ്കിലും ഉപേക്ഷിക്കുക. എന്ത് ശീലമാണ്? നമ്മളൊക്കെ ചെറുപ്പം തന്നെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട ശീലം നമ്മളെന്തെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റും. എന്ത് ശീലം? എന്താണ്? എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞതിന് പകരം വെച്ചുണ്ടാക്കത്തില്ലേ? അത് നമ്മളൊന്നുകൂടെ കളയുക. സമ്മതിച്ചോ? ഇല്ലെങ്കിൽ ഇല്ലായ്മ, വേണമെങ്കിൽ വേണമെന്നോ, യെസ്സോ നോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഒച്ച കേൾക്കരുത്. ഡീൽ 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 എങ്ങനെ കാണിക്കുന്നത്? ആരാണ് കാണിക്കുന്നത്? ടിവിയിൽ സുരേഷ് ഗോപിയായിരുന്നു. മുകേഷ് എങ്ങനെ കാണിക്കുന്നത്? ഡീൽ ഓർ നോ ഡീൽ. സഭ ഇത് ഡീലാണല്ലോ, ഡീലാണല്ലോ ഞാൻ കാണിച്ചു കാര്യത്തില്. ഡീൽ ഡീൽ ഡീൽ. ഓക്കെ, അപ്പോൾ അവിടെ വരെയായി. പിന്നെ കുറച്ച് പേര് മൊബൈൽ ഫോൺ അടിക്കുന്നത് കേട്ടു, ചേർന്ന് കേട്ടു. ആരുടെയെങ്കിലും മൊബൈൽ ഫോൺ അവിടെ കൈ വെക്കാം. മൊബൈൽ ഫോൺ ഞാൻ വാങ്ങണം. 1 2 3 4 5 6 മൊബൈൽ ഫോൺ കൈ വെച്ച കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത പ്രാവശ്യം മൊബൈൽ ഫോൺ അടിച്ചാൽ, ഒച്ച ഉണ്ടാക്കിയാൽ ചോദിക്കാനും പറയാൻ നിൽക്കണ്ട, നേരെ ഇവിടെ വരിക. ഒരു സമയം ഒരു പാട്ടോ ഡാൻസോ എന്തെങ്കിലും കണ്ടു വെച്ചു. അതുകൊണ്ട് ഫോൺ സൈലന്റ് ആക്കിയില്ല, അല്ലെങ്കിൽ ഓഫ് വെച്ചേക്കാം. സേഫർ സൈഡ് ഓക്കെ ആണോ? ഓഫ് ആണോ? സൈലന്റ് ആണോ? നോക്കണം, നോക്കൂ, നോക്കണം. ഇല്ല, ഉണ്ട്, എന്തില്ല? ഫോണില്ല, കുഴപ്പമില്ല, പ്രശ്നമില്ല. പ്രശ്നമില്ല. ഫോൺ ഉള്ളവരുടെ കാര്യം പറഞ്ഞത്. ആ ഫോൺ എങ്ങാനും വെച്ചുണ്ടാക്കിയാൽ ഇവിടെ വരിക, 3 മിനിറ്റ് ഒരു പാട്ടോ ഡാൻസ് എന്തെങ്കിലും ഉണ്ടാക്കുക. ചോദിക്കും ഡീൽ ഡീൽ. ഓക്കെ, എത്ര പേർക്ക് പ്ലെയിൻ പറപ്പിക്കാൻ അറിയാം? പേപ്പർ പ്ലേറ്റ് മതി അല്ലേ? എത്ര പേർക്ക് പ്ലെയിൻ പറപ്പിക്കാൻ അറിയാം? കൈ വെക്കണം. പേപ്പർ കൊണ്ട് ഇങ്ങനെ മടക്കി പ്ലെയിൻ ഉണ്ടാക്കി പറപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. കൈ വെക്കാറില്ലേ? ശരി, കൈ വെക്കും. ലേഡീസ് 1 2 രണ്ടുപേരും 3 4. ശരി, നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ നിന്നും ഒരു പേപ്പർ വലിച്ചു ആദ്യം പ്ലെയിൻ പിന്നുണ്ടാക്കാം. വലിച്ചേരിക്കും. പ്ലെയിൻ ഉണ്ടാക്കാൻ തുടങ്ങണ്ട, ഞാൻ പറഞ്ഞു തരും കേട്ടോ. ആ പേപ്പറിൽ നിങ്ങളുടെ പേര് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇങ്ങനെ വേണ്ട പേര്. എന്തോ എവിടെ വേണം എഴുതി. ആ പേപ്പർ തുറന്നു
നോക്കുമ്പോൾ മറ്റൊരാൾ തുറന്നു നോക്കുകയാണെങ്കിൽ അയാൾക്ക് കണ്ടാൽ മനസ്സിലാവണം നിങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്. അത്രോ നിങ്ങളുടെ പേരാകില്ല എഴുതില്ലേ? ഓക്കെ, പേരെഴുതി കഴിഞ്ഞെങ്കിൽ അടുത്ത് എഴുതേണ്ടത് നിങ്ങൾ എത്രാം ക്ലാസ്സിലേക്കാണ് ഇനി പഠിക്കാൻ പോകുന്നത് അത് എഴുതുക. പേരെഴുതില്ല. അതിന്റെ നിപ്പല് ബോൾ പോലെ സാധനം ഉണ്ടാവും. അത് കളഞ്ഞാൽ തെളിയുള്ളൂ. കളഞ്ഞു തെളിയില്ല. അപ്പൊ ഞാൻ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? യെസ് യെസ്. അടുത്ത നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ ഭാവിയിൽ എന്തായി തീരാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങളുടെ ഭാവിയിൽ എന്തായി തീരാൻ ഉദ്ദേശിക്കുന്നു? നിങ്ങൾ പഠിച്ചു വലിയ ആളായി എന്ത് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ എന്ത് പ്രൊഫഷനിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ആർക്കെങ്കിലും സംശയം എന്നോട് ചോദിക്കാം. നിങ്ങൾ എന്തായി തീർന്നു നിങ്ങൾക്ക് ആഗ്രഹം എന്താണെന്ന് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. മലയാളത്തിൽ എഴുതിക്കും, ഇംഗ്ലീഷ് എഴുതിക്കും, ഏതെങ്കിലും ഭാഷ എഴുതിക്കും, വായിക്കുന്നത് മനസ്സിലായാൽ മതി. അതുപോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ക്ലാസ്സിൽ ആരെങ്കിലും ദയവായി പുറത്ത് പോയി കുത്തി കളിച്ച് വരിക. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടോ? അവിടുന്നായിക്കോട്ടെ. എഴുതിയോ? എന്താ എഴുതിയോ? പറയണ്ട പറയണ്ട. ഓക്കെ ഓക്കെ. എഴുതിയോ? യെസ് എഴുതി. എല്ലാവരും കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഇനി ആ പേപ്പറോട് ഒരു പ്ലെയിൻ ഉണ്ടായിക്കോളൂ. ആ പേപ്പർ കൊണ്ട് ഒരു പ്ലെയിൻ ഉണ്ടായിക്കോളൂ. പ്ലെയിൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് പേപ്പർ തരാം. പ്ലെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കി? പക്ഷെ പറക്കുന്ന പ്ലെയിനായിരിക്കും. ആ മിനിമം യോഗ്യത അതാ. ആർക്കും കാണിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് പ്ലെയിൻ ഉണ്ടാക്കി കാണിച്ചിട്ടില്ല. ആർക്കും കാണിക്കാം. ധൈര്യമുള്ള തിരുക്കന്മാരാക്കി പിടിക്കാൻ നിങ്ങൾക്ക് അറിയില്ല. ബോയ്സ് കാണിക്കാൻ പറ്റില്ല. എങ്ങനെ ഒരാൾ വരിക ധൈര്യം കൊടുക്ക്. എങ്ങനെ എല്ലാവരും നോക്കണം, കണ്ട് മനസ്സിലായിക്കോളും. പിന്നെ പറയുന്നത് എങ്ങനെയാ? ഫ്രണ്ടിൽ നിന്നും രണ്ട് ഹെഡ്, രണ്ട് കോർണേഴ്സ് മടക്കി ഇതുപോലെ ആക്കുക. ശരിയല്ലേ? ശരിയല്ലേ? അതിന് ബാക്കി അതിനെ പകുതിക്ക് വെച്ച് ആ പകുതി വെച്ച് അകത്തോട്ട് മടക്കുക. അത് വന്നോ? ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് തിരിച്ച് ഇതിന്റെ അറ്റം പുറകോട്ട് മടക്കുക. അതെങ്ങനെയാ? ഈ ലൈൻ പാരലൽ ആയിട്ട് വേണം കേട്ടോ. ഇത് ഏത് നാട്ടിലെ പ്ലെയിനാണ്? ഇതെല്ലാത്തിനും പ്ലെയിൻ ഉണ്ടാക്കാൻ അറിയുന്നതായി കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇപ്പോഴത്തെ സൈഡും മടക്കുക. പ്ലെയിനായി അത്യാവശ്യം ഒരു പ്ലെയിനായി അല്ലേ? ആയോ? റെഡിയായോ? പറക്കോ നെല്ലിലേക്ക് പറക്കും. അടിപ്പറിയില്ല. മതി, ഇത്ര മതി. ഉണ്ടാക്കി ഒരു സൈഡ് ഒന്നല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ പോയിട്ട് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? എന്ത് പറയാം? പ്ലെയിൻ ഉണ്ടാക്കാൻ പഠിച്ചെന്നെങ്കിലും പറയാം. ഓക്കെ. സാധാരണ നമ്മൾ
സാധാരണ നമ്മൾ ചെറുപ്പത്തിലെ സ്കൂളിൽ പെയിൻ്റായി കഴിയുമ്പോൾ നമ്മൾ പറപ്പിക്കുന്ന നമുക്ക് കുറച്ച് കാര്യമില്ല. എന്താ ചെയ്യുന്നത്? അല്ലേ? പിന്നെ ഇങ്ങനെ വരയ്ക്കത്തില്ല. അതെന്തിനാണ് പറക്കാൻ വേണ്ടി പറക്കില്ല. അതെന്തിനാണ് ചെയ്യുന്നത്? എന്തിനാ? സത്യം പറയണേ. അതെ, ഒരു കാര്യമില്ല. ചുമ്മാ സ്റ്റൈലിൽ ചെയ്യുന്ന യെസ്. അപ്പൊ ഇനി എനിക്കോ എല്ലാവരും ബോയ്സോട് വരിക, ഗേൾസോട് വരിക. മെയിനായിട്ട് പേപ്പർ ബുക്കിനോട് വെച്ചു. നിങ്ങൾ പ്ലെയിൻ പേപ്പർ അല്ല വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സും നിങ്ങൾ ഭാവിയിൽ എന്താകണം എന്നുള്ളതും എഴുതിയ പേപ്പറിലാണ് ചെയ്യുന്നത്. അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം ഗേൾസ് ചാൻസ്. ഞാനാണ് ടാർഗറ്റ്. നിങ്ങളുടെ പ്ലെയിൻ എറിഞ്ഞ് എന്നെയാണ് കൊള്ളിക്കുന്നത്. ഞാൻ മാറി. അപ്പോ 3, 2, 1, 0 പറയുമ്പോൾ നിങ്ങൾ അറിയണം. ആദ്യം ഗേൾസ് അല്ല, ബോയ്സ്. 3, 2, 1, 0 പറയുമ്പോൾ എറിയാം. സമ്മതിച്ചോ? ഞാനാണ് ടാർഗറ്റ്. ആരെങ്കിലും പ്ലെയിൻ എന്നെ കൊണ്ട് ഞാൻ കൊള്ളുന്നു. Ladies first. 3, 2, 1, 0. Boys. Now, 3, 2, 1, 0. ഇനി എത്രയും പെട്ടെന്ന് പെൺകുട്ടികൾ ഈ ഭാഗത്ത് പേരെടുക്കുക. ഓരോരുത്തർ ഓരോ പേരെടുക്കുക. ആൺകുട്ടികൾ ആൺകുട്ടികൾ പേരെടുക്കുക. ഏറ്റവും അവസാനം നമുക്കൊരു പാട്ടാണ്. ഇനി ആർക്കാ പ്ലെയിൻ കാണണം? ഒരാളുടെ പ്ലെയിൻ കാണണം. കിട്ടിയോ? പോയി എടുത്തോളൂ. എന്നിട്ട് പാട്ട് പാടാൻ അടിക്കും. അതാണ് പ്ലെയിൻ എടുത്തോ. ആദ്യം ഓടിച്ചില്ല. ആർക്കെങ്കിലും സ്വന്തം പേപ്പർ ഇട്ടിട്ടുണ്ടോ? സ്വന്തം പ്ലെയിൻ അതല്ല, ഇങ്ങനെ ഇല്ല, അങ്ങനെ പറയാം. അപ്പൊ രണ്ടാമത്തെ കാര്യം പഠിച്ചത് എന്ത്? നമ്മളത് ക്ലാസ്സിൽ പഠിച്ച രണ്ടാമത്തെ കാര്യം എന്താണ്? ആദ്യത്തെ കാര്യം എന്താണ്? ഒച്ച ഉണ്ടാക്കരുത്. യെസ്. അപ്പൊ എല്ലാവർക്കും പേര് ആർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെ കൈ കിട്ടിയ പ്ലേറ്റ് തുറന്നു പോവുക.
ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇവരുടെ പേരാണ് അലൻ രതീഷ്. ഇവർ വലുതാവണം ഡോക്ടർ ആവണം. ഇതിന്റെ പേരിലാണ് ആദിത്യ രാജീവൻ. ഇവിടെ ഇനി പേരുകൾ പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കേട്ട് ഓർത്തിരിക്കുക. കാര്യം ഈ ഒരു ആക്ടിവിറ്റി കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും എല്ലാവരുടെയും പേര് എന്ന് വയ്ക്കും. ഈ ക്ലാസ്സിൽ എല്ലാവരുടെയും പേര് എന്ന് വയ്ക്കും. അതുകൊണ്ട് ആദ്യമുള്ളതായിരുന്നു ആദിത്യ രാജീവ്. എന്തെങ്കിലും ഓഫീസറായാൽ മതി. 8ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകും. ശരി, അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് അഭിഷേക് മധു എവിടെ ഇവൻ എഴുതിയിട്ടില്ല. ഇവന്റെ പേര് അഭിഷേക് മധു. ഇവൻ വലുതാകുമ്പോൾ പോലീസ് ആവാനാണ് താല്പര്യം. ആരെങ്കിലും ആക്ഷൻ ഹീറോ ഫിലിം സിനിമ ആക്ഷൻ ഹീറോ ഫിലിം സിനിമ ആര് കണ്ടത്? 2 പേര് രണ്ടുപേരുണ്ട്. നീ കണ്ടോ? നീ കണ്ടു? അതില് ഞാൻ അഭിനയിച്ചു. അതായത് ആ സിനിമയില് കരാട്ടെ രാജേഷ് എന്ന ക്രിമിനലിനെ പിടിക്കാൻ SI ബിജുവിനെ വിളിച്ചു പറയുന്ന കഥാപാത്രം ഡിവൈഎസ്പി ഷാജഹാൻ. അത് ഞാനാണ്. പോലീസിലായിരുന്നു. ആ പോലീസാണ്. ഇവരുടെ പേരെന്താ? ഇവരുടെ പേരെന്താ? അഭിഷേക് പുള്ളി മധു. Yes, Selvi, standard 9. ഇവിടെ ആരാ ലീഡറായിരുന്നു? ആരെങ്കിലും ഒരാൾ ലീഡർഷിപ്പ് എടുത്തോ കാര്യങ്ങൾ നടത്താനായിട്ട്? ആരുമില്ല. കാണിച്ചതാരുമില്ല. ഇല്ല ഇല്ല ആരുമില്ല. നമ്മുടെ മനസ്സിൽ നേതാവ് അല്ലെങ്കിൽ ലീഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആരാണ്? ആരൊക്കെയാണ് പറഞ്ഞു നോക്കാം. സോറി, ദൈവം, യെസ്, അൾട്ടിമേറ്റ് ലീഡർ. പിന്നെ വേറെ നമുക്ക് ചുറ്റോടത്ത് പരിചയമുള്ള മുഖങ്ങൾ. സോറി, ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി സർ. യെസ്. പിന്നെ വേറെ ലീഡർ എന്ന് പറയുമ്പോൾ ഒരു നേതാവ് തലത്തിനെ നമുക്ക് ടീച്ചേഴ്സ്, പിന്നെ മാതാപിതാക്കൾ, പിന്നെ ഫ്രണ്ട്സ്. വരാനുണ്ടോ? എന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പ്രശ്നമില്ല? കുട്ടികളുടെ ആളെ
മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അച്ഛനമ്മയായിക്കോട്ടെ, ഇവരിൽ ഉള്ള നേതൃത്വ ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്താ അവർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ലീഡ് തുടങ്ങിയത്? എല്ലാ പിന്നെന്താ പറ. സഹായിക്കും. ഞാൻ ഈ പരിപാടി ചെയ്ത സമയത്ത് ആരാണോ ലീഡർഷിപ്പ് എടുത്തത് അവരുടെ താരത്തിൽ നേരത്തെ പറഞ്ഞായിരുന്നു ഇങ്ങനൊരു പരിപാടി തരും, അപ്പോൾ നേതാവായി കയറി പോകണം, പരിപാടി ചെയ്യുന്ന ആരെങ്കിലും നിയമിക്കാത്തവിടെ ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അവർ നേതൃത്വം എടുത്തത്? സ്വയം ചെയ്യാനുള്ള തോന്നൽ, ആരും പറയാനില്ലെങ്കിൽ തന്നെയും സ്വയം ചെയ്യാനുള്ള തോന്നൽ, ആ തോന്നലുണ്ടാവുകയാണ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു ടീമൊന്നും ഉണ്ടാവുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരുടെ അടിയെന്ന് വിചാരിക്കുക, നാലാമൻ അഞ്ചാമൻ എന്നുള്ള നിലയിൽ നമ്മളൊരാൾ പോയി അവരെ പിടിച്ചു മാറ്റുകയാണ് വിചാരിക്കുക. നമുക്ക് പിടിച്ചു മാറ്റാൻ പോകുന്ന അവസരം പ്രതിയാണ് ഉള്ള ഇടിയിലാകുമ്പോൾ നമുക്ക് പിടിച്ചു. പക്ഷെ എന്നിരുന്നാലും പിടിച്ചു മാറ്റാൻ പോകുന്നതും ഒരു നേതാവിൻ്റെ ഗുണമാണ്. വഴിയുടെ ക്ലാസ് രാവിലെ വന്ന് കയറുമ്പോൾ ക്ലാസ്സിൽ കുറേ പേപ്പറുകൾ കിടക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ് വൃത്തികളായി കിടക്കുന്നു, അതൊന്ന് വൃത്തിയാക്കിയേക്കാം എന്ന് വിചാരിക്കുന്ന മനോഭാവം ഇതാണ് നേതാവിൻ്റെ ഗുണമാണ്. ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. മാക്സിമം തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഈ കൂടുതൽ കുറച്ച് ആൾക്കാർ സ്വയം തീരുമാനിച്ചു ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് കുറച്ച് പ്ലാൻ ഉണ്ടാക്കി. അപ്പോൾ അവർ പെട്ടെന്ന് നേതൃത്വം വയ്ക്കുന്നത് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്നാണ് അതിന് പറയുക. അപ്പോഴത്തെ സാഹചര്യം എന്താണോ അതനുസരിച്ച് സ്വയം നേതാവിനെ ചെയ്യാൻ കാര്യങ്ങളാണ്. ഒരു ഗ്രൂപ്പും ടീമും തമ്മിലുള്ള വ്യത്യാസം, ഒരു ഗ്രൂപ്പും ടീമും തമ്മിലുള്ള വ്യത്യാസം. ടീം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ടീം, ക്രിക്കറ്റ് ടീം അല്ലേ? ഗ്രൂപ്പും ടീമും തമ്മിലുള്ള വ്യത്യാസം. തെറ്റിക്കോട്ടെ, മേക്ക് മിസ്റ്റേക്സ് ഇല്ല. ഞാൻ കോമൺ ആയിട്ട് ഒരു ലക്ഷ്യബോധമുള്ള ഒരു ഗ്രൂപ്പിനെ ടീം എന്ന് വിളിക്കും. നിങ്ങൾ ഞാൻ പരിപാടി പ്രോഗ്രാം അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യാൻ നിങ്ങളോട് പറയുന്ന പറയും നിങ്ങൾ രണ്ടുപേരും രണ്ട് ഗ്രൂപ്പ് മാത്രമായിരുന്നു അല്ലേ? പലയിടത്തും വന്ന പല സാഹചര്യത്തിലുള്ള പരസ്പരം അറിയാത്ത കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. അതേസമയം ഞാൻ അപ്പോൾ പെൺകുട്ടികളുടെ ഗ്രൂപ്പിനും ആൺകുട്ടികളുടെ ഗ്രൂപ്പിനും ഒരു ലക്ഷ്യമുണ്ടായി. എന്തായിരുന്നു ലക്ഷ്യം? എന്തായിരുന്നു ലക്ഷ്യം? എന്തായിരുന്നു? എത്രയും സമയത്തിനുള്ളിൽ എത്രയും ഭംഗിയിൽ എന്തെഴുതണം? ARDRA നമ്മുടെ കയ്യിലുള്ള അപ്പൊ അവരുടെ പെട്ടെന്നൊരു ടീമായി മാറി. കാര്യം എന്താ? ടീമിന്റെ എല്ലാം കോമൺ വിഷനായിരുന്നു, കോമൺ ലക്ഷ്യമായിരുന്നു ജയിക്കുക. അതിനേക്കാൾ ഒരു ജയിക്കുക എന്നതിനേക്കാൾ ഒരു അവിടെ ചോദ്യത്തെ ഇങ്ങനെയുമായി നോക്കിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇനിഷ്യേറ്റീവ് എടുത്ത് ലീഡർഷിപ്പിലേക്ക് മാറും. നമ്മൾ ഒത്തിരി ആൾക്കാരെ പഠിച്ചിട്ടുണ്ട്. എനിവേസ് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ 4 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പോകണം. നമ്മുടെ മൊത്തം ടീമിൽ 4 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പോകണം. എത്ര പേരുണ്ട് നമ്മൾ മൊത്തം? 1 തൊട്ടുണ്ടെങ്കിൽ 1 2 പോട്ടെ 3 4 5 30 3 30 33 39 40
10 പേരുടെ 4 ഗ്രൂപ്പ്. ഓക്കെ. ഒരു നമ്പർ ഉണ്ടാവും. അടിയിൽ ഞാൻ ഫില്ല് ചെയ്യാം ബാക്കി. ഓക്കെ, റെഡി? സ്റ്റാർട്ട് ഫ്രം ഹിയർ. 1 4 1 2 3 4 1 4 1 1 3 4 മനസ്സിലായാലും എങ്ങനെ ഗ്രൂപ്പുള്ളത്? ഇങ്ങനെ ഗ്രൂപ്പ്. യെസ്, ഓൾ ദ വൺസ് കം ടുഗദർ. ഇങ്ങനെ 2 3 4. അപ്പോൾ വൺസ് എല്ലാം ഇവിടെ വരണം, ഈ കോർണർ. ടൂസ് എല്ലാം അവിടെ വരണം, ത്രീസ് എല്ലാം ഇവിടെ വരണം, ഫോർസ് എല്ലാം ഇവിടെ വരണം. ഫസ്റ്റ് മതി. വൺ ഇവിടെ, വൺസ് എല്ലാം ഇവിടെ. Ready? 3 2 1 0. 3 2 1 0. Go max. 3. Don't